എവിടെ എവിടെ ദേശീയ ഗാനം എവിടെന്ന്? ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ ഗാനത്തിനായിട്ട് അറിയിപ്പ് നൽകിയിട്ടും ദേശീയ ഗാനം പാടാൻ ആരും എത്തിയില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിനിധികളും ഒക്കെ മിനിറ്റുകളോളം നിയമസഭാ മന്ദിരത്തിന്റെ ഹാളിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആരെങ്കിലും വന്നോ? ഇല്ല. ഒടുവിൽ രക്ഷയ്ക്കായി എത്തിയതോ വാസുകിയും കൂട്ടരും. അതിന് ദേശീയ ഗാനമൊക്കെ തെറ്റിക്കാതെ പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ക്യാപ്റ്റൻ നിങ്ങളുടെ കുടുംബത്തില്? സാരമില്ല, അതിപ്പോ സതീശൻ സാറിന്റെ കുടുംബത്തിലും ആരും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. മേഡ് ഫോർ ഈച്ച് അതർ. മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ ക്യാമറ, പുരോഗതി അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടിടാൻ സ്ഥലമുണ്ടോ? അതില്ല. ഈ വേസ്റ്റ് ഒക്കെ ആരെങ്കിലും വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോവോ? അതും ഇല്ല. എന്നാ പിന്നെ ഈ വേസ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിലെ സാറന്മാരെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയോ ആവോ? റോഡ് സുരക്ഷയുടെ പേരിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയ തീരുമാനം സർക്കാർ പിൻവലിക്കുന്നു. ഹേ ടൂറിസ്റ്റ് ബസ്സേ, നിനക്ക് യൂണിഫോമിൽ നിന്ന് മോചനം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മാതാവേ, ഏതായാലും ഒന്ന് ഒരച്ചു നോക്കി എടുത്താൽ മതി കേട്ടോ, എന്തിനാ റിസ്ക് എടുക്കുന്നേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ, പോയിട്ട് വരാം.